നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രേണുസൂദിന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ആ വീഡിയോ നമ്മൾ കണ്ടിട്ട് ബാക്കി എന്റെ അഭിപ്രായങ്ങൾ പറയും. ഓക്കെ. നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവര് 299 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് അവരിരുന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടും. രേണുസുതി ദുബായിലെ, UK-ലെ, അമേരിക്കയിലെ, റാസൽഖൈമയിലെ, ബഹ്റൈനിലെ പറന്നു അത്രേ ഉള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പൈസ ഉണ്ടായി വേറെ ആൽബങ്ങൾ ചെയ്തു 14-15ഓളം ആൽബം അഭിനയിച്ചു. എല്ലാ സൂപ്പർ. അങ്ങനെ എന്റെ അതിൽ ഞാൻ അഭിമാനിക്കുന്നു. വീഡിയോ കണ്ടല്ലോ. ആ വീഡിയോക്കകത്ത് രേണുസൂദി പറഞ്ഞെടുത്ത് 299 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് അവർ വീട്ടിൽ നിന്ന് നെഗറ്റീവ് കമന്റ് ഇടുവാണ്. എനിക്കതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമില്ല. ഞാൻ അമേരിക്കയിലും ലണ്ടനിലും ബഹ്റിലും ഗൾഫ് രാജ്യങ്ങളിലും ഇങ്ങനെയൊക്കെ പറന്ന് നടക്കുവാണ്. ശരി അവർ പറഞ്ഞേ. ഫുൾ ടൈം പറന്ന് നടക്കണം. ഫുൾ ടൈം അവർ എയറിലാണ്. ആ ശരി അവർ പറഞ്ഞേ. എയറിലാണ്, ഫുൾ ടൈം എയറിലവർ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 299 റീചാർജ് ചെയ്ത് ഞാൻ നിങ്ങളുടെ വീഡിയോക്ക് ഒന്നും ഇട്ടിട്ട് കമന്റ് ഇട്ടിട്ടില്ല, ലൈക്ക് ഇട്ടിട്ടില്ല. ഒരു കമന്റ് ഇട്ടിട്ടില്ല, ലൈക്ക് ഇട്ടിട്ടില്ല. പിന്നെ എനിക്ക് കണ്ട പണി ചെയ്യണമെന്ന് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന കുറ്റം പറഞ്ഞിട്ടോ. അവരുണ്ടാണ് നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ, ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ കയറത്തുമില്ല, നിങ്ങൾക്ക് കമന്റ്സും വരത്തില്ല, നിങ്ങളെ ശ്രദ്ധിക്കത്തുമില്ല. നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഉണ്ടാക്കാനും പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ കുറച്ച് പൈസ ഇങ്ങനെ ഉണ്ടാക്കണമല്ലോ, അതൊക്കെ ഉണ്ടാക്കി ഇവരുണ്ടാണ്ടാണ്. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ അമേരിക്കൻ ലണ്ടനിലും ഗൾഫിലൊക്കെ പോകുന്നത് ഇവരുണ്ടാണ്ടാണ്. അതാദ്യം മനസ്സിലായി. ഇവരില്ലെങ്കിൽ നിങ്ങളൊന്നും ആർക്കും തിരിച്ചു പോലും അറിയത്തില്ല. പിന്നെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ വെറും ചളി വീഡിയോ ആണ്, ഒന്നിനും കൊള്ളാത്തതാണ്, ഒന്നിനും കൊള്ളാത്ത സാധനമൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ? നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ട്രോളുക. അപ്പൊ പിന്നെ അവരെ പിന്നെ പറയേണ്ട കാര്യമില്ലോ. അതാദ്യം മനസ്സിലാക്കുക. അവര് ട്രോളിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനക്ക് ഉള്ള വീഡിയോസ് ഇടുന്നത് നിങ്ങൾ നല്ലൊരു സ്റ്റാൻഡേർഡുള്ള പരിപാടിക്ക് ചെയ്യും. ആരും നെഗറ്റീവ് കമന്റ് ഇടത്തില്ല, എല്ലാവരും പോസിറ്റീവ് കമന്റ് ഇടത്തുള്ളൂ. പിന്നെ തള്ളത്തല്ലേ രണ്ടഭിപ്രായം എന്ന് പറഞ്ഞാൽ എത്ര പോസിറ്റീവായിട്ട് നിങ്ങൾ ചെയ്താലും 1-2 പേര് നെഗറ്റീവ് പറയാൻ കാണും. പക്ഷേ 1-2 പേരെ അവധി കാണത്തുള്ളൂ. ഇങ്ങനെ ഫുള്ളായിട്ട് നെഗറ്റീവ് കാണത്തില്ല. ആ ഫുള്ളായിട്ട് നെഗറ്റീവ് വരുന്നത് നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ അങ്ങനത്തെ വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് നെഗറ്റീവ് വരുന്നത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത് തന്നെ. അതായത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ 10-15 വീഡിയോസ് നിങ്ങളുടെ ആൽബങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ബ്ലോക്കസ്റ്റാണ്. ഞാനൊന്നും ഒരു ആൽബം നിങ്ങൾ കണ്ടിട്ടില്ല. എനിക്കറിയത്തില്ല ഏതൊക്കെ ആൽബം ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ബംഗാളി വല്ലതും തർജ്ജമ ചെയ്ത ഏതൊക്കെ ആൽബം ഇറക്കി കാണാം. അതുകൊണ്ടായിരിക്കും ഇവിടെ കേരളത്താരും കാണാതെ വന്നത്. നിങ്ങൾ 15 വീഡിയോസ് ഒക്കെ ആൽബം ഒക്കെ ഇറക്കിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ.